ചൈനയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് PL-15 എന്ന് പറയുന്ന അവരുടെ മിസൈൽ. PL-15 എന്ന് പറയുന്ന മിസൈല് യഥാർത്ഥത്തിൽ അത് ചൈന ഡെവലപ്പ് ചെയ്തെടുത്തത് വളരെ വലിയ കാര്യമായിട്ട് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് PL-15E. അതാണ് അവരുടെ എക്സ്പോർട്ട് വെർഷൻ എന്നറിയപ്പെടുന്നത്. PL-15E എന്ന് പറയുന്ന മിസൈലാണ്. ഈ മിസൈൽ എന്ന് പറയുന്നത് PL-15 അതുപോലെ PL-15E ഇത് രണ്ടും എയർ ടു എയർ മിസൈലാണ്. അപ്പോൾ അത് ഒരു ഫുള്ളി ഇൻടാക്റ്റ്, അതായത് നല്ല കറക്റ്റായിട്ടുള്ള ഫുള്ളി ഇൻടാക്റ്റ് ആയിട്ടുള്ള ഒരു PL-15E എന്ന് പറഞ്ഞാൽ ഒരു നാശനഷ്ടവും സംഭവിക്കാത്ത ഒരു PL-15E പാകിസ്ഥാൻ ഇങ്ങോട്ട് അയച്ചത് അതേപോലെ ഇവിടെ വീണ് കിട്ടി. അതോടൊപ്പം വന്ന മിസൈലുകൾ PL-15ഉം PL-15Eയും ഒപ്പമുള്ള മിസൈലുകൾ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം, നമ്മുടെ അതായത് വ്യോമ പ്രതിരോധ സിസ്റ്റം, അത് നിർവീര്യമാക്കി അടിച്ച് നശിപ്പിച്ചു അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് PL-15 എന്ന് പറയുന്നത് അത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ആണ്. അതായത് നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ഉയരത്തിലാണ് ഇത് വരുന്നത്, ആ റേഞ്ചിലാണ് ഇത് വരുന്നത് കേട്ടോ. അത് AVIC, അതായത് ഏവിയേഷൻ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, ചൈനയുടെ AVIC ആണ് ഡെവലപ്പ് ചെയ്തത് ഈ മിസൈൽ. അപ്പോൾ ഇത് പാകിസ്ഥാൻ ധാരാളം കാശ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് ഈ സാധനം. അവർ ഏവിയേഷൻ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. അതിൻ്റെ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയോ? നമുക്കൊരു PL-15E മുഴുവനായിട്ട് കയ്യിൽ കിട്ടി, താഴെ കിടപ്പുണ്ട്, അത് കിട്ടി. അതിപ്പോൾ നമ്മുടെ എയർഫോഴ്സിൻ്റെ കസ്റ്റഡിയിലാണ്. അവർ എടുത്തു വെച്ചേക്കാണ്, അത് എടുത്ത് കൊണ്ടുപോയേക്കാണ്. പിന്നെ ഒരു 2 മിസൈൽ തകർന്നു വീണത്, അതിൻ്റെ അവശേഷങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടിയത് ഹോഷിയാർപൂർ, അതായത് പഞ്ചാബിലെ ഹോഷിയാർപൂർ ജില്ലയിൽ നിന്നാണ് ഈ മുഴുവനായിട്ടുള്ള ഈ ഒരു മിസൈൽ വീണ് കിട്ടിയത്. അതിന് വലിയ പ്രത്യേകതയുണ്ട് കേട്ടോ. അതായത് ഈ മിസൈൽ ഇങ്ങനെ വീണ് കിട്ടിക്കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ അങ്ങനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു സെൽഫ് ഡിസ്ട്രക്റ്റീവ് സിസ്റ്റം ഇതിലുണ്ട്. അതായത് ഇതിന് ഏതെങ്കിലും ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യാൻ പറ്റാതെ വന്നു പോയാൽ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് മെക്കാനിസം വർക്ക് ചെയ്യും. അതായത് അതിനെ തന്നെ നശിപ്പിക്കുന്ന, അതായത് ഈ ആളുകൾ ആത്മഹത്യ ചെയ്യത്തില്ലേ, അതായത് ഇന്നടത്ത് പോയി ആക്രമിക്കാൻ പോയി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ ജീവനോടുകൂടി പിടിക്കാതിരിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഇതിന് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് സാധാരണ ഈ മിസൈലുകൾക്ക്. അപ്പം നമുക്ക് ബ്രഹ്മോസ് പോയി നമ്മുടെ ഏതെങ്കിലും ടാർഗറ്റ് ഫെയിലാവുന്ന പ്രശ്നമില്ല ഇതിന് ബ്രഹ്മോസിന്. പക്ഷേ ആ ടാർഗറ്റിന് ഏതെങ്കിലും കാരണവശാൽ ഹിറ്റ് ചെയ്യാൻ വയ്യാതെ വന്നു, എന്തെങ്കിലും മെക്കാനിസത്തിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് എന്താണെന്നറിയോ? സ്വയമായിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കും. കാരണം ഇതൊരിക്കലും ശത്രുക്കളുടെ കയ്യിൽ ഈ സാധനം മുഴുവനായിട്ട് കിട്ടത്തില്ല. കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു അപകടമുണ്ട്. എന്താണെന്നറിയോ? ഇതിൻ്റെ സകല ടെക്നിക്കൽ മെക്കാനിസവും അത് മുഴുവൻ പഠിച്ചെടുക്കാൻ പറ്റും നല്ല സയൻറ്റിസ്റ്റുമാർക്ക്. ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന നല്ല സയൻറ്റിസ്റ്റുമാർക്ക് ഇത് മുഴുവൻ പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഇത് വീണ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ? ഈ മുഴുവനായിട്ട് ഈ മിസൈൽ ഒരിക്കലും അങ്ങനെ വീണ് കിട്ടാറില്ല. അങ്ങനെ കിട്ടിയപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒന്നാമത് അതിന് കഴിഞ്ഞില്ല, അതിനെ ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് അത് മുഴുവനായിട്ട് നമുക്ക് കിട്ടിയത്. പക്ഷേ അങ്ങനെ ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ഇത് സ്വയം പൊട്ടിത്തെറിച്ച് നശിക്കും. അതായത് ആത്മഹത്യ. അത് അങ്ങനെ ഉണ്ടായില്ല. അതിൻ്റെ കഴിവുകേട്, ഈ 2 കഴിവ്, അതായത് ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യാൻ പറ്റാതെ വന്ന കഴിവുകേടും അതുപോലെ സ്വയം പൊട്ടിത്തെറിക്കാൻ പറ്റാതിരുന്ന മെക്കാനിസവും, ഇത് രണ്ടും ഇപ്പോൾ ചൈനയെ വളരെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്. അതാണ് കാര്യം. അതിൻ്റെ സംഭവം എന്താ? അപ്പം നമ്മുടെ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ PL-15ൻ്റെ റേഞ്ച് 145 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ 145 കിലോമീറ്റർ മാത്രമാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ചൈനക്കാർക്ക് കയറി ഇരുന്ന് നമുക്ക് ഇന്ത്യയുടെ ഭാഗത്ത് അങ്ങനെ അടിക്കാനും അല്ലെങ്കിൽ ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്ക് അടിക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഇതിന്
ഈ എക്സ്പോർട്ട് വേർഷൻ വരുമ്പോൾ PL-15E അത് വന്നു കഴിഞ്ഞു. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞാൽ അതിന് 200 മുതൽ 300 കിലോമീറ്റർ വരെ അതിന് റേഞ്ച് ഉണ്ട്. അതും ബിയോണ്ട് വിഷ്വൽ ഇതാണ്, അത് പോകുന്ന വിഷ്വൽ റേഞ്ചാണ്. നമ്മളെ കാഴ്ചയ്ക്ക് അപ്പുറം ഉള്ള റേഞ്ചിലാണ് ഇത് പോകുന്നത്. ഇതിനെയൊക്കെ യഥാർത്ഥത്തിൽ പല റഡാറുകളെയും പറ്റിക്കാനുള്ള കഴിവിനുണ്ടെങ്കിലും നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ റഡാറുകൾ ഒക്കെ ഇത് പിടിച്ചിട്ട് വീണു. ഒരെണ്ണം പിടിക്കാതിരുന്നത് എന്താ കാര്യം? അത് അതിൻ്റെ ടാർഗറ്റിലേക്ക് പോകാതെ അതിൻ്റെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് മെക്കാനിസവും തകർന്നു പോയി. അത് കഴിഞ്ഞാണ് അത് താഴെ വീഴുന്നത്. അത് മുഴുവനായിട്ട് കിട്ടി ഇപ്പോൾ നമ്മുടെ എയർഫോഴ്സിൻ്റെ കസ്റ്റഡിയിലാണ്. സംഭവം എന്താ? നമ്മുടെ എയർഫോഴ്സിലെ മിടുക്കന്മാരായ ശാസ്ത്രജ്ഞന്മാർ, ആ ഡിഫൻസ് സിസ്റ്റത്തിലെ മിടുക്കന്മാരായ ശാസ്ത്രജ്ഞന്മാർ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ ഭാഗവും ഇളക്കിയെടുത്ത് റെഡിയാക്കി പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ? അവരുടെ ചൈനയുടെ മൊണോപ്പൊളി ഇതിൽ നിന്ന് പോവും. അവർക്കിതൊന്നും പറയാനൊക്കത്തില്ലല്ലോ ഇനി. കാരണം അവർ കൊടുത്ത ഒരു സാധനം അത് നമ്മുടെ രാജ്യത്ത് വീണ് കഴിഞ്ഞപ്പോൾ നമ്മളത് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമുക്ക് ഈ മിസൈൽ തന്നെ നമുക്ക് നിർമ്മിക്കണമെന്നില്ല. പക്ഷേ ഇതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള മെക്കാനിസം, അതായത് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ ഏതൊക്കെ വിധത്തിൽ ഡിസ്ട്രോയ് ചെയ്യണം എന്നുള്ള മെക്കാനിസം നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ചൈന വളരെ എംബരാസ്മെൻറ്റിലാണ്, ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള എംബരാസ്മെൻ്റ് എന്ന് പറയാം. കാരണം അവർ ആകെ വെപ്രാളത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. കാരണം ഇത് അവരുടെ ഈ ഡിഫൻസ് രഹസ്യമാണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുടെ ശത്രു രാജ്യമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ അവരിപ്പോൾ ആകെ വേവലാതിയിലാണ്. ആകെ എംബരാസ്മെൻറ്റിലാണ്. അങ്ങനെ വരുന്നു. അപ്പോൾ ഇനി ഇത് മാത്രമല്ല, ഇപ്പം ഇതിന് വളരെ വലിയ മാർക്കറ്റാണ്. ഈ താഴെ മുഴുവനോടുകൂടി വീണില്ലേ, പല രാജ്യങ്ങളും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് പഠിക്കാൻ അവരെയും കൂടെ പെർമിറ്റ് ചെയ്യണമെന്ന്. പെർമിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല, അത് വേറെ കാര്യം. പക്ഷേ അമേരിക്ക അവർക്ക് വേണ്ടെന്നാണ്, അവർക്കിത് പഠിക്കണം. കാരണം അമേരിക്ക ഇപ്പോൾ ചൈനയുമായിട്ടുള്ള ആ കൺഫ്രണ്ടേഷനിൽ അവരെ ഒരു ശത്രുക്കളായിട്ടാണ് അവർ കാണുന്നത്. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണുള്ളത്. തമ്മിൽ അത്ര നല്ല ബന്ധമല്ല. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ അമേരിക്കയ്ക്ക് ഇതൊരുപാട് ആവശ്യമുണ്ട്. അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഇതെടുത്ത് വെച്ച് പണിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങ് മാർക്കറ്റ് ചെയ്യും. അതാ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാം ഒന്ന്. അപ്പോൾ അമേരിക്കയ്ക്ക് ആവശ്യമാണ്. പിന്നെ കാനഡ വന്നേക്കുന്നത്. കാനഡയും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെയും പെർമിറ്റ് ചെയ്യണം, അവരെ സയൻറ്റിസ്റ്റുകളെ ഒന്ന് പെർമിറ്റ് ചെയ്യണം, ഇതൊന്ന് നോക്കാനായിട്ട് പരിശോധിക്കാനായിട്ട് പെർമിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഫ്രാൻസ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യമായിട്ട് വളരെ ചങ്ങാത്തത്തിലാണ്. കാരണം അത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏതായാലും ഫ്രാൻസിന് അവർക്കും കൂടെ ഒന്ന് പഠിക്കണം. ഇത് മാത്രമല്ല, ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് വേറെ, അതായത് ചൈനയുമായിട്ട് കൺഫ്രണ്ടേഷനുള്ള മറ്റ് രാജ്യങ്ങളുണ്ട്. ചൈനയുടെ ഭാഗത്തു നിന്നുള്ള അറ്റാക്ക് പേടിക്കുന്ന മറ്റ് രാജ്യങ്ങളുണ്ട്. അവർക്കൊക്കെ ഇത് വേണം. അങ്ങനെ ഇപ്പോൾ ഇതിനൊരു വലിയ മാർക്കറ്റ് വന്നേക്കാണ്. ഒരുപാട് ആളുകൾ ഇത് പരിശോധിച്ച് അവർ പഠിക്കട്ടെ. ചൈന വലിയ കാര്യമായിട്ട് അവരെ മൊണോപ്പൊളി കൊണ്ടുവന്ന് റെഡിയാക്കി എടുത്തിട്ട് പാകിസ്ഥാന് കൊടുത്ത് നമ്മൾ ശരിയാക്കാൻ പോയതല്ലേ. ഏതായാലും അത് അനുഭവിച്ചു. അവിടുന്ന് അയച്ചേക്കുന്ന PL-15 മുഴുവൻ അടിച്ച് നശിപ്പിച്ചു നമ്മുടെ വ്യോമ പ്രതിരോധ സിസ്റ്റം. അതേപോലെ തന്നെ PL-15E അവർ അതിൻ്റെ നൂതനമായ വെർഷൻ കൊടുത്തതാണ് യഥാർത്ഥത്തിൽ നമുക്ക് മുഴുവനായിട്ട് ഇൻടാക്റ്റായിട്ട് വീണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ്. നമുക്കത് പഠിക്കാം. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഇത് വെച്ച് വേറെ മറ്റ് മിസൈലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഉള്ള വലിയൊരു രീതിയിലേക്ക് നമുക്ക് മുന്നേറാനുള്ള ഒരു മാർഗമായിട്ട് ഇത് തുറന്ന് കിട്ടി. അങ്ങനെ ആയിരിക്കട്ടെ.